ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും മീരാസ് ട്രിപ്പിൾ വൺ ടാരോട്ട് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ ഒരു വ്യക്തി, അതായത് നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു പേഴ്സൺ ഒരു രീതിയിലും നിങ്ങൾ ഇനി അവരുടെ ലൈഫിലേക്ക് വേണ്ട എന്നുള്ള രീതിക്ക് നിങ്ങളോട് പെരുമാറുന്ന ഒരു അവസ്ഥയാണ് എന്നുണ്ടെങ്കിൽ, അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് നിങ്ങൾ നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ, ഒരു കംപ്ലീറ്റ്ലി ബ്രേക്കപ്പ് സിറ്റുവേഷൻ ആയിരിക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ പൂർണ്ണമായിട്ടും നോ കോണ്ടാക്ട് സിറ്റുവേഷനിലൊക്കെ നിൽക്കുന്ന ഒരു അവസ്ഥയാണെങ്കിൽ ഇവര് നിങ്ങളോട് ഈ ഒരു പുറമേ കാണിക്കുന്ന ഈ ഒരു രീതി തന്നെയാണോ അവരുടെ മനസ്സിൽ നിങ്ങളോടുള്ള ഒരു ഫീലിങ്സ്? അവർ ഏത് രീതിയിലാണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്? അവരുടെ ഒരു തോട്ട്സ് ഏത് രീതിയിലാണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ മൈൻഡിൽ നടക്കുന്നത് എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുമ്പോൾ നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു പേഴ്സണെ, ഈ ഒരു സിറ്റുവേഷനിൽ നിൽക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ആ ഒരു പേഴ്സണെ നിങ്ങളുടെ മനസ്സിലേക്ക് നന്നായിട്ട് നിങ്ങൾ ഓർക്കുക. അവരുടെ പേരാണെന്നുണ്ടെങ്കിലും മുഖമാണെന്നുണ്ടെങ്കിലും മനസ്സിലേക്ക് റിപ്പീറ്റ് ചെയ്ത് ഓർത്തതിന് ശേഷം വീഡിയോയുമായിട്ട് കണക്ട് ആവുക. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ റെസനേറ്റ് ആകണമെന്നില്ല. റെസനേറ്റ് ആകുന്നവർ ഞാനിതിൽ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് പോസിറ്റീവ് ആണെന്ന് തോന്നുന്ന കാര്യങ്ങളെ നിങ്ങളുടെ ലൈഫുമായിട്ട് കണക്ട് ചെയ്യാം. അതുപോലെ തന്നെ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആൻഡ് ജനറൽ റീഡിംഗ് ആണ്. എപ്പോഴാണോ ഈ ഒരു വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത് അപ്പോൾ മുതൽ റെസനേറ്റ് ചെയ്യുന്നതാണ്. അതുപോലെ നിങ്ങളുടെ വ്യക്തിപരമായ കാര്യങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു പേഴ്സണൽ റീഡിംഗ് എടുക്കാം. അതിലൂടെ നല്ലൊരു ക്ലാരിറ്റിയും നല്ലൊരു ഗൈഡൻസും ലഭിക്കുന്നതായിരിക്കും. ഈ ഒരു വീഡിയോ കാണുമ്പോൾ പൂർണ്ണമായിട്ടും ഒരു പീസ്ഫുൾ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറിൽ ഇരുന്നുകൊണ്ട് തന്നെ കാണാനായിട്ട് മാക്സിമം ശ്രമിക്കുക. പോസിറ്റീവായിട്ട് മാത്രം തിങ്ക് ചെയ്യുക. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. എയ്റ്റ് ഓഫ് കപ്സ്, ദ എംപറർ, ദ എംപ്രസ്, ത്രീ ഓഫ് വാൻഡ്സ്, Ace of Swords, Three of Pentacles, Eight of Swords, Ace of Cups, Magician, Queen of Pentacles, King of Pentacles, okay, Four of Cups, Temperance, Queen of Cups, Five of Swords, Two of Pentacles, Two of Wands, Eight of Wands. ബോട്ടം ഓഫ് ദി ഡെക്ക് ആയിട്ട് വന്നിരിക്കുന്നത് നയൻ ഓഫ് വാൻഡ്സ് ആണ്. അപ്പൊ ഇതാണ് ഇന്നത്തെ ഒരു സ്പ്രെഡ് ആയിട്ട് നമുക്കിവിടെ വന്നിരിക്കുന്നത്. അപ്പൊ ഈ ഒരു സ്പ്രെഡിൽ നിങ്ങളുടെ പേഴ്സന്റെ ഒരു എനർജി പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇവരുടെ ലൈഫിൽ നിന്നും ഒരിക്കലും നിങ്ങൾ വിട്ടു പോകരുത് എന്ന് ആഗ്രഹിച്ച് മാനിഫെസ്റ്റ് ചെയ്യുന്നവരാണ്. അല്ലെങ്കിൽ അവരുടെ എനർജിയിലേക്ക്, അവർ പുറമേ കാണിക്കുന്നത് പോലെയല്ല, അവരുടെ എനർജിയിലേക്ക് നിരന്തരമായിട്ട് അവർ നിങ്ങളെ അട്രാക്ട് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ ആ ഒരു രീതിയിലേക്ക് അവർ നിങ്ങളെ ഇംപ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ തന്നെയാണ്. അതുകൊണ്ട് തന്നെയായിരിക്കാം ഇവര് എത്ര നിങ്ങളെ വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും നിങ്ങളുടെ മനസ്സിൽ നിന്ന് ചിലപ്പോൾ ഈ ഒരു പേഴ്സൺ മാഞ്ഞു പോകുന്നുണ്ടാവില്ല. നിങ്ങൾ തന്നെ ചിന്തിക്കുന്നുണ്ടായിരിക്കാം, നിങ്ങൾ ഇത്രയും വേണ്ടാന്ന് പറഞ്ഞ ഈ ഒരു വ്യക്തിനെ എന്തിനാണ് നിങ്ങൾക്ക് ഇനിയും. പക്ഷെ എന്നിട്ടും എന്തുകൊണ്ടാണ് ഈ ഒരു വ്യക്തിയുടെ ഓർമ്മകൾ പോവാത്തത് മനസ്സിൽ നിന്ന്? ഇനി നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും കണക്ഷനോ പാസ്റ്റ് ലൈഫ് കണക്ഷനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെ നിങ്ങൾ പല വഴിക്ക് ചിന്തിച്ചിട്ടുണ്ടായിരിക്കാം. അതിന്റെ ഒരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ മജീഷ്യൻ എനർജിയാണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ വളരെ സ്ട്രോങ് ആയിട്ട് അവരുടെ എനർജിയിലേക്ക് നിങ്ങൾ അട്രാക്ട് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അല്ലെങ്കിൽ ഇവർ പുറമേ കാണിക്കുന്നത് പോലെയല്ല, ഇവർ നിങ്ങളെ ആത്മാർത്ഥമായിട്ട് തന്നെ ഇവരുടെ ലൈഫിൽ വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാനായിട്ട് സാധിക്കും, നമുക്കിവിടെ ക്യൂൻ ഓഫ് പെന്റക്കിൾസും അതുപോലെ തന്നെ കിങ് ഓഫ് പെന്റക്കിൾസും ആണ്. പാർട്ട്ണർഷിപ്പ് എനർജിയാണ് വന്നിരിക്കുന്നത്. ആ ഒരു രാജാവും രാജ്ഞിയും ഒരുപോലെ ഇരിക്കുന്ന ഒരു അവസ്ഥ. അതുപോലെ തന്നെ ഇവിടെ എംപറർ ആണെന്നുണ്ടെങ്കിലും എംപ്രസ് ആണെന്നുണ്ടെങ്കിലും വന്നിട്ടുണ്ട്. അപ്പൊ ആ ഒരു മാതാവാണെന്നുണ്ടെങ്കിലും പിതാവാണെന്നുണ്ടെങ്കിലും ആ ഒരു പാർട്ട്ണർഷിപ്പ് എനർജിയാണ്. പാർട്ട്ണർഷിപ്പ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു പെയർ ആണത്. ആ ഒരു പെയർ എനർജി ഇവിടെ വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ ഒരിക്കലും നിങ്ങളുടെ ബന്ധം എന്ന് പറയുന്ന പൂർണ്ണമായിട്ട് നിലച്ചു പോകുന്ന ഒരു റിലേഷൻഷിപ്പ് അല്ല. ഇവർ എത്രത്തോളം പുറമേ നിങ്ങളിലേക്ക് ആ ഒരു അകൽച്ച കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ടെങ്കിൽ പോലും അവർക്ക് ഒരിക്കലും പൂർണ്ണമായിട്ട് നിങ്ങളെ മറക്കാനായിട്ട് സാധിക്കില്ല. നിങ്ങൾ തമ്മിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സോൾ കണക്ഷൻ ഉള്ള പേഴ്സൺ തന്നെയാണ്. ഈ ഒരു സമയത്ത് നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കഴിഞ്ഞു പോയ കുറേയധികം കാര്യങ്ങളെ കുറിച്ച് ഓർത്ത് ഭയക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വലിയ രീതിക്കുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളോ നിങ്ങൾക്കിടയിൽ തന്നെ ഉണ്ടായിട്ടുണ്ടായിരിക്കാം.
ഇനി അല്ലാന്നുണ്ടെങ്കിൽ പുറത്തു നിന്നുള്ള എന്തെങ്കിലും സന്ദർഭങ്ങളോ കാര്യങ്ങളോ വന്ന് അത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ബാധിക്കുന്ന രീതിയിൽ ഒരു പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരിക്കാം. ഇവർ നിങ്ങളെ വേദനിപ്പിച്ചൊക്കെ പോയവരാണെന്നുണ്ടെങ്കിൽ അവരുടെ ഭാഗത്തുള്ള ആ ഒരു തെറ്റുകളെല്ലാം ബാക്കിലേക്ക് ഓർക്കുമ്പോൾ അവർക്കൊരു ഭയം, ഇനി എങ്ങനെ ഈ റിലേഷൻഷിപ്പിനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകും. അപ്പൊ അതിൽ നിന്നൊക്കെ ഒരു എസ്കേപ്പ് ചെയ്ത് മാറാനുള്ളൊരു ഉപായമായിട്ടാണ് അവർ ഈ ഒരു സ്ട്രോങ് ആയിട്ടുള്ള അകൽച്ച കാണിക്കുന്നത്. അല്ലാതെ ഈ ഒരു പേഴ്സൺ ഒരിക്കലും നിങ്ങളെ പൂർണ്ണമായിട്ടും വേണ്ടാന്ന് വെക്കുന്നവരല്ല. ഇപ്പൊ ചിലവരെ സംബന്ധിച്ചിടത്തോളം തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉണ്ട്. തേർഡ് പാർട്ടി എന്ന് പറയുമ്പോൾ ഇവരുടെ കയ്യിൽ നിൽക്കുന്നില്ല. ഇവരുടെ കയ്യിൽ നിൽക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഇവർക്ക് ഒരു ഡിസിഷൻ എടുക്കേണ്ട ആ ഒരു ടൈം കഴിഞ്ഞു പോയിട്ടുണ്ട് എന്നുള്ളൊരു മെന്റാലിറ്റിയാണ്. അവർക്ക് വേണമെങ്കിൽ ഡിസിഷൻ എടുക്കാം, പക്ഷെ അവരതിന് തയ്യാറാവുന്നില്ല. അവർ സ്റ്റക്ക് ആണ് ഇവിടെ. ആ ഒരു ഭയത്തിനെ കാര്യങ്ങളെല്ലാം മറികടന്നുകൊണ്ട് തന്നെ നിങ്ങളുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. അതും വളരെ പെട്ടെന്ന് തന്നെ ഒരു കമ്മ്യൂണിക്കേഷൻ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ഇവരിപ്പോ ഏത് സിറ്റുവേഷൻ ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അവര് നിങ്ങളുടെ ഓർമ്മകളിൽ തന്നെ മുഴുകിയിരിക്കുന്ന ഒരു സമയമായിട്ട് തന്നെ ഇതിനെ കാണിക്കുന്നത്. നിങ്ങളുടെ ഓർമ്മകൾ നിരന്തരമായിട്ട് അവരുടെ മനസ്സിനെ ഇങ്ങനെ വേട്ടയാടിക്കൊണ്ടേ ഇരിക്കുകയാണ്. അതൊന്നും പുറത്തേക്ക് കാണിക്കാതെ ഇമോഷൻസിനെയൊക്കെ ഭയങ്കരമായിട്ട് കൺട്രോൾ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതാണ് അവരുടെ സിറ്റുവേഷൻ. 3 ഓഫ് സോൾസ് ആണ് വന്നിരിക്കുന്നത്. ആ ഒരു ഹൃദയം വിങ്ങുന്ന രീതിയിലുള്ള വേദന നിങ്ങളുടെ വ്യക്തി ഒരു സമയത്ത് അനുഭവിക്കുന്നുണ്ട്. അപ്പൊ ഒരുപാട് നാളുകളായിട്ടുള്ള ഒരു പ്രശ്നങ്ങളൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് എന്തായാലും ഇവരുടെ മനസ്സിന്റെ ആ ഒരു കഠിനമായിട്ടുള്ള ഹൃദയത്തിനൊക്കെ ഒരു അയവ് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. പുറമേ ചിലപ്പോൾ കാണിക്കുന്നുണ്ടാവില്ല നിങ്ങളുടെ പേഴ്സൺ, പക്ഷെ ഇവിടെ വന്നിരിക്കുന്ന എനർജി ഇവരുടെ ഉള്ളെന്ന് പറയുന്നത് അത്രത്തോളം വേകുന്നുണ്ട് അല്ലെങ്കിൽ നോവുന്നുണ്ട് എന്നുള്ളതാണ്. കാരണം ലവേഴ്സ് എനർജിയാണ്. നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോട് വളരെയധികം ഒരു പ്രണയം, അട്രാക്ഷൻ, ആത്മാർത്ഥമായ ഒരു സ്നേഹം, അടുപ്പം എല്ലാം തോന്നുകയാണ്. നിങ്ങൾ അവർക്ക് കൊടുത്തിരിക്കുന്ന ആ ഒരു സ്നേഹവും കെയറിങ്ങും സപ്പോർട്ടും അതൊക്കെ എത്രത്തോളം വലുതായിരുന്നു എന്നുള്ളത് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്താണ് തിരിച്ചറിയുന്നത്. അവർ മനസ്സിലാക്കുന്നത് ഇപ്പോഴാണ്. നിങ്ങൾ തമ്മിൽ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടായപ്പോൾ എല്ലാ രീതിക്കും അവർ നിങ്ങളുടെ കുറ്റങ്ങൾ മാത്രമായിരിക്കും കണ്ടെത്തിയിരുന്നത്. എന്നാൽ ഇപ്പൊ ഈ ഒരു സമയത്ത് ഇവർ ആ ഒരു കഴിഞ്ഞു പോയ കാലങ്ങളിലേക്കൊക്കെ ഓർത്തിട്ട് നിങ്ങളുമായിട്ട് ഒരുമിച്ചുണ്ടായ ഒരു മൊമെന്റ്സ്, അതിനകത്ത് ഒരുപാട് മോശപ്പെട്ട കാര്യങ്ങൾ, നിങ്ങൾ തമ്മിൽ വഴക്കോ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരിക്കാം. പക്ഷെ അതിലും ഒരു നന്മയോ അതുപോലെ സന്തോഷങ്ങളൊക്കെ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതൊക്കെയാണ് അവരിപ്പോ ഓർത്തെടുക്കുന്നത്. അവരിപ്പോ ഇത് ഓർത്തെടുക്കാനുള്ള കാരണം എന്ന് പറയുന്നത് ഇവർക്ക് ലൈഫിൽ ഇവർ തീർത്തും ഒറ്റക്കാണ്. ഇവരുടെ കൂടെ ഫാമിലി ഉണ്ടായിരിക്കാം, ഒരുപാട് പേർക്ക് ഫ്രണ്ട്സ് ഉണ്ടായിരിക്കാം, എല്ലാവരും ഉണ്ടായിരിക്കാം. പക്ഷേ ആരൊക്കെ ഇവരുടെ ചുറ്റിനുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇവർക്ക് അത്രയും കംഫർട്ടബിൾ ആയിട്ട് ഇവർ സംസാരിക്കാനാണെന്നുണ്ടെങ്കിലും ചേർത്ത് നിർത്താനാണെന്നുണ്ടെങ്കിലും ഇവരെ കേട്ടിരിക്കാനാണെങ്കിലും ഇവരുടെ ഒരു ക്യാരക്ടറിനെ പോലും ചിലപ്പോൾ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ടാണെങ്കിൽ പോലും അത്രയും കംഫർട്ടബിൾ ആയിട്ടുള്ള ആരും ഇല്ല. ചിലപ്പോൾ നിങ്ങൾ അത്രയും ഇവർക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരുന്നിരിക്കണം. അതെല്ലാം നിങ്ങളുടെ വ്യക്തി ഈ ഒരു നിമിഷത്തിലാണ് അല്ലെങ്കിൽ ഈ ഒരു സമയത്താണ് ഓർത്തു തുടങ്ങിയിരിക്കുന്നത് അല്ലെങ്കിൽ ഓർത്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവർ ഇത്രത്തോളം വേദനിക്കുന്നതും. പക്ഷെ ഇവർക്ക് ഒഴിച്ചുകൂടാനാവാത്ത ഒരുപാട് സന്ദർഭങ്ങൾ അല്ലെങ്കിൽ സിറ്റുവേഷൻസ് ഉണ്ടായിപ്പോയി. അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെ ഈ ഒരു വ്യക്തി ഭയങ്കരമായിട്ട് stuck ആണ്. എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഇവിടെ ഒരു stuckness വന്നിരിക്കുന്നതിനോടൊപ്പം തന്നെ നിങ്ങളുടെ പേഴ്സന്റെ കാഴ്ചപ്പാടുകൾക്കെല്ലാം വലിയ രീതിക്ക് ഒരു മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ജീവിതത്തിനെ അവർ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു വ്യൂവിലൂടെ കാണാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ അവരുടെ കാഴ്ചപ്പാടുകൾ, അവരുടെ മെന്റാലിറ്റി ഒക്കെ വ്യത്യസ്തത കൈവരിച്ചിട്ട് റിലേഷൻഷിപ്പിൽ ഒരു സ്ട്രോങ് ഡിസിഷൻ എടുക്കേണ്ട ഒരു ടൈം ആണിത് എന്നുള്ളതൊക്കെ അവർ മനസ്സിലാക്കുന്നുണ്ട്. എങ്കിലും ആ ഒരു മനസ്സിലാക്കൽ കാര്യങ്ങളൊക്കെ ഉള്ളിൽ നടക്കുന്നുണ്ടെങ്കിലും നിങ്ങളുടെ പേഴ്സന്റെ മനസ്സ് എന്ന് പറയുന്നത് ഒരു എന്താ പറയാ നിലപാടില്ലാത്ത ഒരു അവസ്ഥയാണ്. അല്ലെങ്കിൽ ഇവരൊരു ഡിസിഷൻ എടുക്കുന്ന കാര്യത്തിൽ എപ്പോഴും ഭയങ്കര വീക്ക് ആണ്. ചിലപ്പോൾ നിങ്ങളായിരിക്കാം റിലേഷൻഷിപ്പിൽ ഭയങ്കര സപ്പോർട്ട് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ഇവരെ കൊണ്ട് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിക്കുന്നത്. കാരണം ഇവരുടെ മനസ്സ് ഒരു ആടി ഉലയുന്ന സിറ്റുവേഷൻ ആണ്. ഒരു തിരമാല കണക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ആടി ഉലഞ്ഞുകൊണ്ടിരിക്കുക. ഒരു ഡിസിഷൻ എടുക്കാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ മനസ്സിൽ ആഗ്രഹം ഉണ്ടെങ്കിലും ഇമോഷൻ കൺട്രോളിംഗ് ആണ് വന്നിരിക്കുന്നത്. ഒറ്റപ്പെടലുകളിലൂടെയാണ് മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. മനസ്സുകൊണ്ട് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളിലേക്ക് തിരിച്ചു വരണം, നിങ്ങളെ വീണ്ടും പ്രപ്പോസ് ചെയ്യണം, നിങ്ങളുടെ ലൈഫിൽ ഒരു സന്തോഷവും സമൃദ്ധിയുമായിട്ട് റിലേഷൻഷിപ്പിനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകണം എന്നുള്ള ആഗ്രഹങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റാതെ stuck ആയിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. എങ്കിലും വളരെയധികം പ്രതീക്ഷകളോടുകൂടി തന്നെയാണ് അവർ ഈ ഒരു സമയത്ത് നിങ്ങളുമായിട്ടുള്ള ബന്ധത്തെ നോക്കിക്കാണുന്നതാണെങ്കിലും നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നതാണെന്നുണ്ടെങ്കിലും അവരുടെ മനസ്സിലുള്ള ആ ഒരു സ്നേഹം ഒരിറ്റു പോലും മറ്റൊരു സ്ഥലത്തേക്കും പോകാതെ നിങ്ങൾക്ക് തന്നെ തരണം എന്ന് തന്നെയാണ് നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. പക്ഷെ ഇവരുടെ പ്രശ്നം വന്നിരിക്കുന്നത് ഈ ഒരു കാര്യത്തിലാണ്. ഡിസിഷൻ എടുക്കാനായിട്ട് സാധിക്കാത്ത ഒരവസ്ഥ. സ്വയം ഇരുന്ന് വേദനിക്കുന്നു.
അപ്പൊ ആ ഒരു രീതിയിലാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ നിൽക്കുന്നതായിട്ട് കാണുന്നത്. അപ്പൊ ഇവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ കാർഡിന്റെ എനർജി ഇവിടെ വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ ഈ ഒരു വ്യക്തിയുടെ എനർജിയിൽ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുമായിട്ടൊന്ന് സംസാരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന അവസ്ഥ കാണുന്നുണ്ട്. അവർ നിങ്ങളോട് സംസാരിക്കാനായിട്ട് എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ്. മനസ്സിങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ പോലും ഒന്ന് കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുള്ളൊരു മെന്റാലിറ്റി ആണ്. ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിലും ഇവരിപ്പോ ഈ ഒരു സമയത്ത് ഇവരുടേതായ ഒരു കംഫർട്ട് സോണിലാണ് മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ആഗ്രഹങ്ങൾ എല്ലാം മനസ്സിൽ തന്നെ ഇട്ടിട്ട് ഇങ്ങനെ ചിന്തിച്ച് മാത്രം മുന്നോട്ടേക്ക് പോകുന്ന ഒരു അവസ്ഥ. പക്ഷേ ഈ ഒരു സിറ്റുവേഷൻ ഒരുപാട് മുന്നോട്ടേക്ക് പോകില്ല. കാരണം ഇവിടെ 2 of Wands ആണെന്നുണ്ടെങ്കിൽ ഇവിടെ 3 of Wands വന്നിട്ടുണ്ട്. അതായത് ഇവർ ഇപ്പൊ നിൽക്കുന്ന ആ ഒരു കംഫർട്ട് സോണിൽ നിന്നും കുറച്ചുകൂടെ മുന്നോട്ടേക്ക് പോകുമ്പോൾ അവർ പുറത്തേക്ക് ഇറങ്ങി വരും. അവർ നിങ്ങളെ കോൺടാക്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. 8 of Wands ആണ് വന്നിരിക്കുന്നത്. ഒരു കമ്മ്യൂണിക്കേഷൻ ആയിട്ടോ അല്ലെങ്കിൽ നേരിട്ട് നിങ്ങളെ കണ്ട് സംസാരിക്കാനോ അവർ ഡിസിഷൻ എടുത്ത് വരും. അപ്പൊ നമുക്ക് ഓരോ സ്പ്രെഡുകളായിട്ട് തന്നെ പറഞ്ഞു വരാം. ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 8 of Cupsന്റെ എനർജി ആണ് വന്നിരിക്കുന്നത്. തീർത്തും ഒരു ഒറ്റപ്പെടലിൽ തന്നെയാണ് നിങ്ങളുടെ വ്യക്തി നിൽക്കുന്നത്. അവരുടെ ലൈഫിലെ എല്ലാ രീതിയിലുള്ള ഒരു പ്രകാശം അല്ലെങ്കിൽ ആ ഒരു സന്തോഷം എന്ന് പറയുന്നത് നിങ്ങളാണ് എന്നുള്ളത് ഇവര് വളരെ വ്യക്തമായിട്ട് തന്നെ ഇപ്പൊ മനസ്സിലാക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ ഇവരുടെ കൂടെയുള്ള എല്ലാവരും മോശമാണ് എന്നുള്ളതല്ല. മോശപ്പെട്ട ആളുകളും ഉണ്ട്. അവിടെ നിന്നൊക്കെ അവർക്കൊരു പൊള്ളലേറ്റിട്ടുമുണ്ട്. പക്ഷെ ഇവർക്ക് അത്രയും ഒരു സന്തോഷം അല്ലെങ്കിൽ ഇവരുടെ ഒരു ഹാപ്പിനെസ് എന്ന് പറയുന്നത് നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോഴാണ്. അല്ലെങ്കിൽ നിങ്ങൾ അവരുടെ കൂടെ ഉണ്ടായിരുന്ന സമയത്താണ് സത്യത്തിൽ ഈ ഒരു പേഴ്സൺ അത്രത്തോളം സന്തോഷിച്ചിട്ടുള്ളത്, മനസ്സറിഞ്ഞ് ചിരിച്ചിട്ടൊക്കെ ഉള്ളത്. അപ്പൊ ആ ഒരു കാര്യങ്ങളൊക്കെ ഓർക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങളുടെ ബന്ധത്തില് ആ ഒരു ഘടന വീണ്ടെടുക്കണം. ആ ഒരു സ്ട്രക്ചറിലേക്ക് റിലേഷൻഷിപ്പിനെ കൊണ്ടുവരണം. ബുദ്ധിപൂർവ്വം അതിന് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യണം. അതുപോലെ ആ ഒരു സന്തോഷവും സമൃദ്ധിയും എല്ലാം കൊണ്ടുവന്നിട്ട് സ്വന്തം മനസാക്ഷി അനുസരിച്ച് തന്നെ റിലേഷൻഷിപ്പിൽ പ്രവർത്തിക്കാൻ തയ്യാറാവണം എന്നുള്ള ഒരു തോട്ട്സ്, കാര്യങ്ങൾ, ഫീലിങ്സ് ഇതെല്ലാം ഇവരുടെ ഉള്ളിലുണ്ട്. അപ്പൊ ആ ഒരു രീതിയിൽ ഉണ്ടെങ്കിൽ പോലും ഇമോഷൻ കൺട്രോളിംഗ് ആണ്. ഇവർ ഈ ഒരു ഇമോഷൻസിനെ കൺട്രോൾ ചെയ്ത് വെച്ചിരിക്കുന്ന വ്യക്തികളാണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഈ ഒരു സിറ്റുവേഷൻ ഇങ്ങനെ തന്നെ കുറച്ചൊന്ന് മുന്നോട്ടേക്ക് പോകട്ടെ എന്നുള്ളൊരു മെന്റാലിറ്റിയിൽ നിൽക്കുന്ന വ്യക്തികളുടെ എനർജിയാണ് നമുക്ക് ഈ ഒരു സ്പ്രെഡിൽ വന്നിരിക്കുന്നത്. പക്ഷേ ഈ ഒരു മെന്റാലിറ്റി ഒരുപാട് മുന്നോട്ടേക്ക് പോകാനുള്ള സാധ്യതകളില്ല. വളരെ പെട്ടെന്ന് തന്നെ റിലേഷൻഷിപ്പിൽ ഒരു മാറ്റങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. കാരണം ആ ഒരു കംഫർട്ട് സോണിൽ നിന്ന് ഇവരായിട്ട് പുറത്തേക്ക് വരും. അല്ലെങ്കിൽ ആ ഒരു യൂണിവേഴ്സൽ മദറിന്റെ ബ്ലെസ്സിങ്, ആ ഒരു പ്രപഞ്ച ശക്തിയുടെ ഇടപെടൽ നിങ്ങളുടെ ബന്ധത്തിൽ തീർച്ചയായിട്ടും സംഭവിക്കും. കാരണം ഒന്നെന്ന് പറയുന്നത് ഇവര് തന്നെ മാനിഫെസ്റ്റ് ചെയ്യാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. അത് മാത്രമല്ല, നിങ്ങൾ ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരണം എന്ന് ആഗ്രഹിച്ച് നിങ്ങളുടേതായ ഒരു പ്ലേസിൽ ഇരുന്ന് നിങ്ങളും മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ ആ ഒരു പെയർ എനർജി റിപ്പീറ്റ് ചെയ്ത് വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ ഇവർക്ക് ഒരു ലിമിറ്റിൽ കൂടുതൽ ഇവരുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്ത് പിടിച്ച് മുന്നോട്ടേക്ക് പോകാൻ സാധിക്കില്ല. ഇവർക്ക് എത്ര ഭയം ഉണ്ടെന്ന് പറഞ്ഞാലും ആ ഒരു ഭയത്തിൽ നിന്നൊക്കെ ഇവർ പുറത്തേക്ക് വരും, ആക്ഷൻ എടുക്കാൻ തയ്യാറാകും. അപ്പൊ ഇവിടെ ഒരു ഏസ് ഓഫ് സോഴ്സിന്റെ എനർജി വന്നിരിക്കുന്നതുകൊണ്ട് ബുദ്ധിപൂർവ്വം നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ ഓരോ കാര്യങ്ങൾ മനസ്സിലൊക്കെ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഓരോ കാര്യങ്ങൾ എന്ന് പറയുമ്പോഴേക്കും എങ്ങനെ നിങ്ങളുടെ അടുത്തേക്ക് വരണം, എങ്ങനെ നിങ്ങളുമായിട്ട് സംസാരിക്കണം, ഏത് രീതിയിൽ നിങ്ങളെ കൺവിൻസ് ചെയ്യണം, ഈ ഒരു കാര്യങ്ങൾ സ്വയം പ്രിപ്പയർ ചെയ്യുന്നത് കൂടാതെ മറ്റുള്ളവരിൽ നിന്ന്, അതായത് ചുറ്റുപാടിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് ജീവിതം എന്ന് പറയുന്ന ആ ഒരു കാര്യം എത്രത്തോളം ഒരു വിലപ്പെട്ടതാണ്, അല്ലെങ്കിൽ അതിന്റെ ഒരു ഹാപ്പിനെസ് ഏത് രീതിയിലൂടെ നേടിയെടുക്കാൻ സാധിക്കും, അതിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ സാക്രിഫൈസ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ മാറ്റങ്ങൾ വരുത്തേണ്ടി വരും. അപ്പൊ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇവരിപ്പോ ലേൺ ചെയ്യുന്നുണ്ട്, പഠിക്കുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ആയതുകൊണ്ടിട്ട് ഇവർ തന്നെ ഒരു സമയത്ത് ചിന്തിക്കുന്നുണ്ട്, ഈ ഒരു റിലേഷൻഷിപ്പില് ഇവർ ഒരു സമയത്ത് ഒരു ആക്ഷൻ എടുക്കേണ്ട ടൈമിൽ ഉണ്ടായിരുന്നു, പക്ഷെ അന്ന് അവർ എടുത്തില്ല. ഒരു പക്ഷെ അവരുടെ ഒരു സ്വാർത്ഥതയായിരിക്കാം അതിനുള്ള ഒരു കാരണം. ഒരു ഈഗോ കാര്യങ്ങളൊക്കെ ഉള്ള ഒരു പേഴ്സൺ ആയിരിക്കാം നിങ്ങളുടെ വ്യക്തി. അപ്പൊ അവരുടെ സ്വാർത്ഥമായിട്ടുള്ള രീതിയിൽ അവർ അന്ന് ഒരു ഡിസിഷൻ എടുക്കാതെ പോയത് ഇപ്പൊ അവർക്ക് തന്നെ വിനയായിട്ട് മാറിയിരിക്കുകയാണ്. ഇവരൊരു മിറർ പോലെ ഇവരെ കുറിച്ച് ചിന്തിക്കുന്നത്, ഇവർ ആ ഒരു സമയത്ത് ചിന്തിച്ചിരുന്നത് ഇവർക്ക് ഡിസിഷൻ എടുക്കാൻ പറ്റില്ല എന്നുള്ളതായിരുന്നു. പക്ഷെ അങ്ങനെയല്ല, അവരാരും കെട്ടിയിട്ടിട്ടുണ്ടായിരുന്നില്ല. അവർക്ക് തന്നെ സ്വയം തോന്നിയ ഒരു കാര്യമാണ് ആരൊക്കെയോ കെട്ടിയിരിക്കുകയാണ് എന്നുള്ളത്. അവരുടെ തോട്ട്സ് തന്നെയായിരുന്നു, അതായത് അവരുടെ ഓവർ തിങ്കിങ് തന്നെയായിരുന്നു നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇങ്ങനെ ആയി പോകാനുള്ള ഒരു കാരണം. എന്നാൽ ഇനിയെങ്കിലും അതിനൊരു മാറ്റങ്ങൾ കൊണ്ടുവരണം. മുന്നോട്ടേക്ക് പോകുമ്പോൾ നിങ്ങളുടെ ബന്ധത്തിലേക്ക് അവരുടെ ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹവുമായിട്ട് കടന്നു വരണം. അത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാ രീതിക്കും നിങ്ങൾക്ക് ഭയങ്കരമായ ഒരു ഹാപ്പിനെസ് നൽകും. അല്ലെങ്കിൽ നിങ്ങളിപ്പോ ഒരുപാട് വേദനകളിലൂടെ കടന്നു പോവുകയാണെന്നുള്ളത് ഇവർ റിയലൈസ് ചെയ്യുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട്. ഇവർക്ക് അറിയാഞ്ഞിട്ടല്ല. അപ്പൊ ഇവരുടെ സ്നേഹം നിങ്ങളിലേക്ക് എത്തുന്ന നിമിഷം ഏറ്റവും കൂടുതലായിട്ട് സന്തോഷിക്കാൻ പോകുന്നത് നിങ്ങൾ തന്നെയായിരിക്കും. ഇവരുടെ ഹൃദയത്തിൽ നിന്നുള്ള സ്നേഹം നിങ്ങൾക്ക് തന്നെ
അർഹതയുള്ള വ്യക്തിയാണ് എന്നുള്ളത് ഇവരോട് തന്നെ പറയുന്ന ഒരു അവസ്ഥയാണ്. അതുപോലെ ഈ റിലേഷൻഷിപ്പിൽ ഈ ഒരു വ്യക്തി നിങ്ങളിൽ നിന്ന് ഭയങ്കരമായ ഒരു അകൽച്ച കാണിച്ചു നിൽക്കുന്ന സമയമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവർ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് നിങ്ങളിലേക്ക് അകൽച്ച കാണിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ ഈ ഒരു ബന്ധത്തിൽ നിന്ന് മാറിപ്പോകും. ഒരു പരിധിയിൽ കൂടുതൽ ആരും നിൽക്കില്ലല്ലോ. വളരെ റെയർ ആയിട്ടുള്ള ആൾക്കാരാണ് വീണ്ടും നിൽക്കുന്നത്. സെൽഫ് റെസ്പെക്ട് നഷ്ടപ്പെട്ട് നിൽക്കുക എന്ന് പറയുമ്പോൾ ഒരു ലിമിറ്റിൽ കൂടുതലുള്ള ആൾക്കാർ നിൽക്കില്ല. അത് നിങ്ങളുടെ വ്യക്തി മനസ്സിലാക്കിയിരിക്കുന്നത് കൊണ്ടിട്ടാണ് അവര് ഒട്ടും നിങ്ങളെ വിട്ടു പോവാതിരിക്കാൻ അവരുടെ എനർജിയിലേക്ക് നിരന്തരമായിട്ട് നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നത്. മാനിഫെസ്റ്റ് ചെയ്യാന്ന് പറയുമ്പോഴേക്കും പ്രാർത്ഥന, ഇവരുടെ ആ ഒരു വിശ്വാസം അനുസരിച്ചുള്ള പ്രാർത്ഥന കാര്യങ്ങള്, ഇതിലൂടെയൊക്കെ നിങ്ങളുടെ എനർജീനെ അവരിലേക്ക് ഇങ്ങനെ അട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ ഒരു സമയത്ത് ഇവര് നിങ്ങളെ അട്രാക്ട് ചെയ്യാനുള്ള ഒരു കാരണം നിങ്ങൾ ഇവിടെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം. ഇവിടെ നമുക്ക് വന്നിരിക്കുന്ന ക്യൂൻ ഓഫ് കപ്സ് ആണെങ്കിൽ നിങ്ങൾ ഈ ഒരു സമയത്ത് ഈ ഒരു വ്യക്തിനെ മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ ഇവര് നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നു. ഇത് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും എനർജീനെ അട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്കൊരു ആക്ഷൻ എടുക്കാനുള്ള ഒരു കാര്യങ്ങൾ ഇവർ തരുന്നില്ല, അല്ലെങ്കിൽ നിങ്ങളെ ബ്ലോക്ക് ഒക്കെ ചെയ്ത് വെച്ചിരിക്കുകയായിരിക്കാം. ചിലപ്പോൾ നിങ്ങൾ അതുകൊണ്ടായിരിക്കാം സ്റ്റക്ക് ആയിട്ട് നിൽക്കുന്നത്. ഈ ഒരു വ്യക്തിയെ കോൺടാക്ട് ചെയ്യണമെന്ന് നിങ്ങളുടെ മനസ്സിൽ ചിലപ്പോൾ ഒരു ആഗ്രഹമൊക്കെ തോന്നിയിട്ടുണ്ടായിരിക്കാം. ചിലവരുടെ കേസിൽ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ടായിരിക്കാം. മറ്റു ചിലവരുടെ കേസിൽ നിങ്ങൾക്ക് ഇനിയും ഒരു അവഗണന സഹിക്കാൻ വയ്യ എന്നുള്ള രീതിക്കായിരിക്കാം നിങ്ങൾ സ്റ്റക്ക് ആയി നിൽക്കുന്നത്. പക്ഷെ എങ്കിലും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്, ഇപ്പോഴും പ്രാർത്ഥിക്കുന്നുണ്ട്. രണ്ടുപേരും ഒരേ രീതിയിൽ ചെയ്യുന്നത് കൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ബാലൻസിങ് കൈവരാനുള്ള സാധ്യതയുണ്ട്. അതായത് പാർട്ട്ണർഷിപ്പ് എനർജി എന്ന് പറയുമ്പോൾ രാത്രിയും പകലും അല്ലെങ്കിൽ ആ ഒരു എനർജി പോലെയാണ്. നിങ്ങൾ ഇവർ ഒരേപോലെ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പൊ അതുകൊണ്ടാണ് ഇവർ എത്രത്തോളം കൺട്രോൾ ചെയ്തു എന്ന് പറഞ്ഞാലും അതിനൊരു ലിമിറ്റേഷൻ ഉണ്ട്, അല്ലെങ്കിൽ ഒരു ടൈം പീരീഡ് ഉണ്ട് എന്നുള്ളത് ഇവിടെ കാണുന്നത്. അതുപോലെ ഈ ഒരു പേഴ്സണെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവർ ചിലപ്പോൾ സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങളിലേക്കൊക്കെ ഭയങ്കരമായിട്ട് ഫോക്കസ് ആയിട്ട് പോയവരായിരിക്കാം. അവരെന്തായാലും പോയ സ്ഥലത്ത് അവർ വിജയിച്ചിട്ടൊക്കെ ഉണ്ട്. കരിയറിലാണെന്നുണ്ടെങ്കിലും ഫിനാൻഷ്യൽ കാര്യങ്ങളിലാണെന്നുണ്ടെങ്കിലും ഒക്കെ ഒരു ഉയർച്ച കാര്യങ്ങളൊക്കെ ഇവർ നേടിയിട്ടുണ്ട്. അപ്പൊ ആ ഒരു കാര്യങ്ങളെല്ലാം നിങ്ങളോട് തുറന്നു പറയണം, അല്ലെങ്കിൽ അവരുടെ ആ ഒരു സന്തോഷവും ഹാപ്പിനെസ്സും നിങ്ങളോട് ഷെയർ ചെയ്യണം. അതുപോലെ നിങ്ങൾ അവരുടെ കൂടെ ലൈഫിൽ വേണം എന്നും ഒക്കെ ചിന്തിക്കുകയാണ്. പക്ഷേ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഒക്കെ കുറച്ച് സ്ട്രോങ് ആണ്. തേർഡ് പാർട്ടി എന്ന് പറയുമ്പോഴേക്കും പുറത്തു നിന്നുള്ള വ്യക്തി സാന്നിധ്യങ്ങൾ തന്നെയാണ്. ചിലപ്പോൾ ചിലവരുടെ കേസിൽ ഫാമിലി ഒക്കെ സ്ട്രോങ് ആയിട്ടുള്ള തേർഡ് പാർട്ടി ആയിരിക്കാം. നിങ്ങളൊരു ലവേഴ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഫാമിലി തേർഡ് പാർട്ടി ആയിരിക്കാം. ഇനിയിപ്പോൾ ഫാമിലി നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണെങ്കിൽ പോലും നിങ്ങളുടെ ഫാമിലി ഒക്കെ തേർഡ് പാർട്ടി ആയിട്ട് നിൽക്കുന്നുണ്ടായിരിക്കാം. അപ്പൊ ഏത് രീതിയിലുള്ളതാണോ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യങ്ങൾ അതനുസരിച്ച് നിങ്ങൾ കണക്ട് ചെയ്യണം. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ നിൽക്കുന്നത് കൊണ്ടിട്ട് ഇവർ കുറച്ച് സ്റ്റക്ക് ആയിട്ട് നിൽക്കുന്നത്, അല്ലെങ്കിൽ ഇവർക്ക് പ്രോപ്പർ ഡിസിഷൻ എടുക്കാനോ അല്ലെങ്കിൽ ആ ഒരു സ്ട്രോങ് ആയിട്ട് എടുക്കാനായിട്ട് ഇവർക്ക് കഴിയുന്നില്ല. അതിന് വേണ്ടിയിട്ട് ഇവരുടെ എനർജീനെ ഇവർ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ നിങ്ങളുടെ പേഴ്സൺ അവരുടെ എനർജീനെ ഇൻക്രീസ് ചെയ്ത് വളരെ ബോൾഡ് ആവാനായിട്ട്, അല്ലെങ്കിൽ ആ ഒരു സെൽഫ് ലവിലേക്കൊക്കെ ഭയങ്കര സ്ട്രോങ് ആയിട്ട് വരാൻ ചിന്തിക്കുകയാണ്. ഒരു സമയത്ത് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ പ്രശ്നങ്ങൾ വന്നപ്പോൾ അവർ നിങ്ങളെ മാറ്റി നിർത്തിയെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കാം. പക്ഷെ അത് അവരുടെ ആ ഒരു സമയത്തുള്ള ഒരു ഈഗോ കാര്യങ്ങളൊക്കെയാണ്. എന്നാൽ ഇപ്പൊ അവരുടെ കൈവിട്ട് പോയിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ്. ചിലവരുടെ കേസിൽ കൂടുതലായിട്ട് ആ ഒരു എനർജി ഇവിടെ കാണിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അത് റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. അപ്പൊ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഈ ഒരു കംഫർട്ട് സോണിൽ നിന്ന് നിങ്ങളുടെ വ്യക്തി വളരെ പെട്ടെന്ന് തന്നെ പുറത്തേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. കാരണം ചിന്തിച്ചു കൂട്ടി ഒരു ട്രാപ്പിലാകുന്ന ഒരു പേഴ്സൺ ആണ് നിങ്ങളുടേത്. ഓവർ തിങ്കിങ്ങിന്റെ മെയിൻ ആയിട്ടുള്ള ഒരാളാണ്. ഈഗോ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ പോലും എല്ലാ കാര്യങ്ങളും, ചെറിയ കാര്യങ്ങളെ പോലും ഊതിപ്പെരുപ്പിച്ച് ചിന്തിച്ചു കൂട്ടിയിട്ട് വലിയ രീതിക്കുള്ള ഇഷ്യൂ ആക്കി മാറ്റും. ഇതാണ് ഇവരുടെ ഒരു മെയിൻ പ്രശ്നം എന്ന് പറയുന്നത്. അത് തന്നെയായിരിക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും ഈ ഒരു വ്യക്തി അതൊക്കെ തന്നെയാണ് ചെയ്യുന്നത്. ഓവർ തിങ്കിങ് ചെയ്യാണ്, ചിന്തിച്ചു കൂട്ടുകയാണ്, നെഗറ്റിവിറ്റി കംപ്ലീറ്റ്ലി തലയിലെടുത്ത് വെച്ചിരിക്കുകയാണ്. അത് അവർക്ക് മനസ്സിലാവുന്നത് കൊണ്ടിട്ടാണ് കുറച്ചെങ്കിലും അവർ ഈ ഒരു സമയത്ത് അവരുടെ കാഴ്ചപ്പാടുകളെല്ലാം വ്യത്യസ്തത കൈവരിച്ചിട്ട് ആ ഒരു എനർജീനെ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അർഹമായ രീതിയിലുള്ള ആ ഒരു സ്നേഹം നിങ്ങൾക്ക് നൽകണമെന്നും നിങ്ങളുടെ ബന്ധത്തിൽ എല്ലാ രീതിക്കും ആ ഒരു നഷ്ടപ്പെട്ടു പോയ ബാലൻസിങ് കൊണ്ടുവന്നിട്ട് നിലനിർത്തിക്കൊണ്ട് തന്നെ ഈ റിലേഷൻഷിപ്പിനെ കൊണ്ടുപോകണം. ഇതുവരെ ഡിസിഷൻ അവർ എടുത്തിട്ടില്ല. ഇപ്പോഴാണെന്നുണ്ടെങ്കിലും ആ ഒരു ആടി ഉലയുന്ന മനസ്സിലാണ്. എന്നാൽ അവർക്ക് ഇപ്പോ സ്വയം തന്നെ മതിയായി എന്നുള്ളൊരു സിറ്റുവേഷൻ ആണ് കാണുന്നത്. കാരണം അവർക്ക് മതിയായി, ഇനി ഒരു മാറ്റങ്ങൾ വേണം. കാരണം ഇങ്ങനെ മുന്നോട്ടേക്ക് പോയിട്ട് കാര്യമില്ല. ഇതിനൊരു തീരുമാനം കൊണ്ടുവരണം. അതുകൊണ്ട് വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെ നിങ്ങളോടൊന്ന് സംസാരിക്കണം, അല്ലെങ്കിൽ നിങ്ങളെ ഒന്ന് നേരിട്ട് കാണണം. ആ ഒരു രീതിയിലാണ് മനസ്സിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ഇവരോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ ഒരു കംഫർട്ട് സോണിൽ നിൽക്കുന്നവരാണെങ്കിലും എത്രത്തോളം അകൽച്ച കാണിച്ച് ഇമോഷൻസ് കൺട്രോൾ ചെയ്തു എന്ന് പറഞ്ഞാലും യൂണിവേഴ്സിന്റെ ഇടപെടലുകൾ ഇവിടെ നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് മനസ്സിൽ ഇങ്ങനെ ചേഞ്ചസ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ ഒരു വ്യക്തിയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ പുറമെ എത്രത്തോളം അകൽച്ച കാണിച്ച് നിൽക്കുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിലും ഉള്ളിന്റെ ഉള്ളില്
വലിയ രീതിയിലൊരു നീറ്റല് ഇവർ സ്വയം അനുഭവിക്കുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ നീറുന്നത് നിങ്ങളുടെ പേഴ്സൺ നല്ല രീതിയിൽ തൊട്ടറിയുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. അവർക്ക് ഒരുപാട് വിഷമമുണ്ട് നിങ്ങൾ ഇങ്ങനെ വേദനിക്കേണ്ടി വരുന്നതിലും അതുപോലെ ഇവർക്ക് ഡിസിഷൻ എടുക്കാൻ പറ്റാത്തതിലും. ആ ഒരു വേദനകൾ അവർ കാണുന്നുണ്ട്, അവരും സ്വയം വേദനിക്കുന്നുണ്ട്, അത്രത്തോളം നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ആ ഒരു കാര്യങ്ങൾക്കൊക്കെ ഇവർ തന്നെ ഒരു തീർപ്പ് കൽപ്പിക്കും അല്ലെങ്കിൽ ഒരു മാറ്റങ്ങൾ കൊണ്ടുവരും എന്നുള്ള രീതിക്കാണ് ഇവിടെ കിട്ടുന്നത്. ഇപ്പൊ നിലവിൽ ഇവരിങ്ങനെ ഇമോഷൻസ് കൺട്രോൾ ചെയ്ത് വെച്ചിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ, ഇപ്പൊ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു രീതിയിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല. ബാക്കി കാര്യങ്ങൾ നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇവര് വളരെ പെട്ടെന്ന് തന്നെ ആ ഒരു തിങ്കിങ് സ്റ്റേജിൽ നിന്ന് അല്ലെങ്കിൽ ആ ഒരു ആടി ഉലയുന്ന മനസ്സ് വേണോ വേണ്ടയോ എന്നുള്ള ആ ഒരു രീതിയിൽ നിന്ന് വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെ ഒരു മൂവ്മെന്റ് ഉണ്ടാവും. 3 of Wands എന്ന് പറയുമ്പോഴേക്കും അവർ തയ്യാറെടുത്ത് വരുന്ന എനർജിയാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു, ഇവിടെ എന്ന് പറയുന്നത് അവർ പുറപ്പെട്ട് കഴിഞ്ഞു എന്നുള്ള എനർജിയാണ്. ഇതാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിക്കാൻ പോകുന്ന സ്റ്റെപ്പുകൾ. അപ്പൊ ഈ ഒരു സമയം വരെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് ഇമോഷൻസ് പ്രകടിപ്പിക്കാതെ നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെ അവർ ആ ഒരു കമ്മ്യൂണിക്കേഷന് മുതിർന്ന് നിങ്ങളിലേക്ക് വരാനുള്ള സാധ്യതകൾ ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു രീതിയിലാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് ഇന്നത്തെ ഒരു റീഡിംഗ് കിട്ടിയിരിക്കുന്നത്. ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് എത്ര പേർക്കാണ് റെസനേറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് തീർച്ചയായും നിങ്ങളൊന്ന് കമന്റ് ചെയ്ത് അറിയിക്കുക. റെസനേറ്റ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ പോസിറ്റീവായിട്ട് തന്നെ ആ ഒരു സ്ട്രോങ് ബോണ്ടിങ്ങിനായിട്ട് നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാവുന്നതുമാണ്. റീഡിങ്ങുമായിട്ട് കണക്ട് ചെയ്യുന്ന കുറച്ച് ക്ലൂസ് കൂടെ നമുക്ക് ഈ ഒരു സമയത്ത് നോക്കിയേക്കാം. നിങ്ങളുടെ വ്യക്തിയായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ടും ഒക്കെ ഈ ഒരു ക്ലൂസ് കൂടെ എത്രത്തോളം കണക്റ്റഡ് ആണ് എന്നുള്ളത് ചെക്ക് ചെയ്യാം. കുറച്ച് കൂടുതലായി പോയി ക്ലൂസ്. ഓക്കെ, നമുക്ക് എന്തായാലും നോക്കാം. സെപ്റ്റംബർ മന്ത് 38 ട്രിവാൻഡ്രം ഡിസ്ട്രിക്റ്റ്, ചിത്തിര എന്നൊരു സ്റ്റാർ വന്നിട്ടുണ്ട്, 28 വന്നിട്ടുണ്ട്, 40 R എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട്, R again വന്നിട്ടുണ്ട്, വയനാട് എന്നൊരു ഡിസ്ട്രിക്റ്റ്, U എന്നൊരു ലെറ്റർ, കാസർഗോഡ്, ഔട്ട്സൈഡ് കേരള വന്നിട്ടുണ്ട്, ഭരണി അല്ല രോഹിണി, 28 തൃശൂർ ഡിസ്ട്രിക്റ്റ്, 25 ഒക്ടോബർ മന്ത്, വയനാട് again വന്നിട്ടുണ്ട്, 3 എന്നൊരു നമ്പർ, T എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട്, കാപ്രിക്കോൺ വന്നിട്ടുണ്ട്, UAE വന്നിട്ടുണ്ട്, ജാനുവരി മന്ത്, S എന്നൊരു ലെറ്റർ, ഏപ്രിൽ മന്ത്, മലപ്പുറം ഡിസ്ട്രിക്റ്റ്, പൈസസ് സോഡിയാക് സൈൻ ആണ്, ഏരീസ് എന്നൊരു സോഡിയാക് സൈൻ, C എന്നൊരു ലെറ്റർ, 27 വിർഗോ, 37 ജൂൺ, 22 M എന്നൊരു ലെറ്റർ, 19 മെയ് എന്നൊരു മന്ത്, 10 എന്നൊരു നമ്പർ, തൃക്കേട്ട എന്നൊരു സ്റ്റാർ, ജെമിനി സോഡിയാക് സൈൻ ആണ്, ലാസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് N എന്നൊരു ലെറ്റർ ആണ്. അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു ക്ലൂസ് ആയിട്ട് വന്നിരിക്കുന്നത്. ഈ ഒരു ക്ലൂസ് മാത്രമല്ല, ഇതിൽ വന്നിരിക്കുന്ന എനർജീസും സിറ്റുവേഷൻസും എല്ലാം നിങ്ങൾ കണക്ട് ചെയ്ത് നോക്കണം. നിങ്ങൾക്കത് റെസനേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ക്ലെയിം ചെയ്യാം. അപ്പൊ ഇതാണ് ഇന്നത്തെ ഒരു റീഡിംഗ്. നാളെ വീണ്ടും നല്ലൊരു റീഡിംഗുമായിട്ട് നമുക്ക് കാണാം. അതുവരെ എല്ലാവർക്കും ഒരുപാട് നന്ദി.